ഓക്കെ, എല്ലാവരും പേര് എഴുതുക. നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം എഴുതുക. ഫസ്റ്റ് വൺ ഓക്കെ, മാഞ്ചുവട്. മാഞ്ചുവട് എന്ന വാക്കിന്റെ അർത്ഥം എഴുതും. മാഞ്ചുവട്. മാഞ്ചുവട്. മാഞ്ചുവട് എഴുതിയ മക്കളെ? ഫിനിഷായോ? ഓക്കെ, നെക്സ്റ്റ് വൺ പങ്കുവയ്ക്കുക. 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 നെക്സ്റ്റ് നിറകണ്ണ്. മൂന്നാമത്തത് നിറകണ്ണ്. നിറകണ്ണ്. ഓക്കെ, നിറകണ്ണ്. നിറകണ്ണ് എഴുതിയ മക്കളെ? അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കട്ടെ. അടുത്തത് വൃക്ഷം. വൃക്ഷം എന്ന വേർഡിന്റെ അർത്ഥം, മീനിങ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതില്. ആക്ടിവിറ്റി 6 ഇതന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. മനസ്സിലായോ? വൃക്ഷം. വൃക്ഷം. ഓക്കെ, ഗുഡ്. വൃക്ഷം എഴുതിയ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് വൺ കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതും. കൂട്ടുകാരൻ. കൂട്ടുകാരൻ. ഓക്കെ, ഫിനിഷ്. കൂട്ടുകാരൻ. ഫിനിഷ് ആണോ? എല്ലാവരും എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് കരം. കരം. കരം എന്ന വാക്കിന്റെ അർത്ഥം എഴുതണം. കരം. ഓക്കെ, കരം. നമ്മൾ കരം എന്ന വാക്കിന് വേറൊരു പദം ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. പകരം പദമാണ് അർത്ഥവും. അതാണ് അർത്ഥവും. ഓക്കെ, അർത്ഥം എന്ന് പറഞ്ഞാൽ പകരം പദം എഴുതുക എന്നുള്ളതിലത്തെയും കൂടെ ആയി. ഓക്കെ, അപ്പൊ നമ്മള് ടോട്ടൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? മാഞ്ചുവട്, പങ്കുവയ്ക്കുക, വൃക്ഷം, കൂട്ടുകാരൻ, ലാസ്റ്റ് കരം. അല്ലെ? കരം. കരമല്ല, കരം. ഓക്കെ, ബിന്യ എഴുതിയോ? ബിന്യ അർത്ഥം എഴുതാനാണ് പറഞ്ഞത്. ഇപ്പൊ 5 വേർഡ് പറഞ്ഞു മിസ്. എഴുതിക്കോ. ഓക്കെ, കഴിഞ്ഞു അല്ലേ ഇഫ്ര? ഓക്കെ, ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞു കേട്ടോ. ആർക്കെങ്കിലും ഇനി പറയണമെന്നുണ്ടെങ്കിൽ പറയാം. അമന്ന എന്താ അമന്ന?
6 പറഞ്ഞോ? നിറകണ്ണും പറഞ്ഞു. ഓക്കെ, 6 പറഞ്ഞു. അപ്പൊ ആദ്യം മാഞ്ചുവട് പറഞ്ഞു. ഒന്നുകൂടി പറയണം പിന്നെ. ഓക്കെ, നമ്മള് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് അർത്ഥം എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് മാഞ്ചുവട്, രണ്ടാമത് പറഞ്ഞത് പങ്കുവയ്ക്കുക, മൂന്നാമത് നിറകണ്ണ്, എഴുതിക്കോ. അഞ്ചാമത് എന്താ പറഞ്ഞേ? വൃക്ഷം. ആറാമത് എന്താ പറഞ്ഞത്? കൂട്ടുകാരൻ. എന്താ പിന്നെ? നാലാമത്തെ ക്വസ്റ്റ്യൻ പറയാവോ? ഓക്കെ, വൃക്ഷം. വൃക്ഷം എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. വൃക്ഷം. വൃക്ഷത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മള് ആക്ടിവിറ്റീസിൽ ചെയ്തതാണ്. പകരം പദം അല്ലെങ്കിൽ പദം, യോജിച്ച പദം എഴുതുക എന്ന് പറഞ്ഞാലും അർത്ഥം എഴുതുകയും തുല്യമാണ്. ഒരേപോലെയാണ് മീനിങ് ആണ് വരുന്നത്. എന്താണ് പിന്നെയൊക്കെ തല ചൊറിയുന്നത്? പിന്നെ എഴുതിയോ? ഓക്കെ, വൃക്ഷം, കൂട്ടുകാരൻ, കരം. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് വൺ പങ്കുവയ്ക്കുക. ഫാത്തിമ മെഹറിൻ മാഞ്ചുവട് ആദ്യം പറഞ്ഞു, രണ്ടാമത്തത് പങ്കുവയ്ക്കുക എന്നാണ് പറഞ്ഞത്. ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി കയറാതിരുന്നോണ്ടാണ് വീണ്ടും പറയേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ മറ്റുള്ള കുട്ടികൾ എഴുതിയിട്ടിരിക്കുവാണേ. കഴിഞ്ഞ എല്ലാവർക്കും? ഷിഫാന ഒന്നുകൂടി പറയാ. അർത്ഥം എഴുതാനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒന്നാമത്തത് മാഞ്ചുവട്, രണ്ടാമത്തത് പങ്കുവയ്ക്കുക, മൂന്നാമത്തത് നിറകണ്ണ്, 4 വൃക്ഷം, അഞ്ചാമത് പറഞ്ഞത് കൂട്ടുകാരൻ, ആറാമത് മിസ് പറഞ്ഞത് കരം. ഇതിന്റെ ഒക്കെ അർത്ഥം എഴുതണം. ഓക്കെ, ഫിനിഷാണോ? ഫിനിഷ് അല്ലേ? ഓക്കെ, കഴിഞ്ഞ എല്ലാവർക്കും? അടുത്തത് ഉത്തരം എഴുതാനാണ്. ഉത്തരം എഴുതാൻ ഒന്നാമത്തത് പറഞ്ഞോട്ടെ. ഒന്നാമത്തത് പറഞ്ഞോട്ടെ. ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെ? ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെ? ഫാത്തിമ മെഹറിൻ 5th ക്വസ്റ്റ്യൻ പറയണോ അല്ലെ? ഓക്കെ, അഞ്ചാമത് പറഞ്ഞത് 3, 4, 5 കൂട്ടുകാരൻ. അഞ്ചാമത് പറഞ്ഞത് കൂട്ടുകാരൻ. ജുവൽ മരിയക്ക് ആറാമത്തത് വേണം. കൂട്ടുകാരൻ കഴിഞ്ഞിട്ട് പറഞ്ഞത് കരം. കരം.
കച്ചവടം തുടങ്ങിയത് എങ്ങനെ? ഓക്കെ, ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെ? ജുവൽ എഴുതുന്നില്ലേ? ജുവൽ എഴുതിയോ? ഓ, ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മരക്കുറ്റി പറഞ്ഞതെന്ത്? മരക്കുറ്റി പറഞ്ഞതെന്ത്? എന്തേ അനീറ്റ എഴുതാതിരിക്കുന്നേ? എന്താ അനീറ്റ പറഞ്ഞത്? മരക്കുറ്റി അത് എഴുതിക്കോ, വേഗം എഴുതും. എഴുതിയ മക്കളെ, മരക്കുറ്റി പറഞ്ഞത് എന്ത്? മരക്കുറ്റി പറഞ്ഞത് എന്ത്? ഓക്കെ, ഫിനിഷ് ആണല്ലേ? ആൻസൺ അവിടെ വെറുതെ ഇരിക്കുകയാണോ? ആൻസൺ എഴുതുന്നില്ലേ? പഠിച്ചിട്ടില്ലേ? പഠിച്ചോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യന്. ദീപു ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? ദീപു ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? ഓക്കെ, എഴുതിയ മക്കളെ, ദീപു ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? അപ്പൊ 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, 6 അർത്ഥം എഴുതാനും പറഞ്ഞു. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയണോ? എന്താ ഫാത്തിമ, ഏതാ പറയണ്ടേ? പഠിപ്പിക്കുമ്പോ ഞാൻ ഉണ്ടായിട്ടില്ല. യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടില്ല?
ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. യൂട്യൂബ് ക്ലാസ് ഞാൻ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പാഠം കഴിഞ്ഞതും. നിങ്ങളെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ലോ. ഇതിന്റെ വർക്ക് ഓക്കെ. അതുകൊണ്ടൊന്നും കിട്ടിയില്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ? അർത്ഥം എഴുതാനാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തേത് മാഞ്ചുവട്, രണ്ടാമത്തേത് പങ്കുവയ്ക്കുക, 3 നിറകണ്ണ്, 4 വൃക്ഷം, 5 കൂട്ടുകാരൻ, 6 കരം. അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദീപു ആദ്യം പറഞ്ഞ ദീപു കച്ചവടം തുടങ്ങിയത് എങ്ങനെ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് മരക്കുറ്റി പറഞ്ഞതെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ, ദീപു ആദ്യം പറഞ്ഞ സങ്കടം എന്തായിരുന്നു? ഇത്രയാണ് നമ്മൾ എക്സാം ഇട്ടത്. ഓക്കെ, പഠിക്കുന്നുണ്ടോ? അല്ല വെറുതെ ഒരു ഇതിന് എക്സാം ഇടുന്നതാണോ? പഠിക്കാതെ എഴുതുന്നുണ്ടോ ആരെങ്കിലും? എക്സാം എടുത്ത് എന്തിനാ? പഠിച്ചിട്ട് എഴുതണം അല്ലേ? പഠിച്ചിട്ട് തന്നെ എഴുതിനല്ലേ? കുറെ പേര് പഠിച്ചിട്ട് തന്നെ എഴുതി, എനിക്കറിയാതെ. ആരെങ്കിലും പഠിക്കാതെ വന്നിട്ടുണ്ടല്ലോ 1-2 പേര് അല്ലേ? അപ്പൊ എല്ലാവരും അതിന്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ അതിന്റെ ഫോട്ടോ ഇട്ട് തരാം. അപ്പൊ എന്ത് ചെയ്യണം? ഇതുവരെയുള്ള നമ്മുടെ പാഠങ്ങളൊക്കെ ഫിനിഷായി. നമുക്ക് ഇനി എക്സാം ആണ് അടുത്ത തിങ്കളാഴ്ച. ഇന്ന് ഒരാഴ്ച അടുത്ത ആഴ്ച, അതായത് നമുക്ക് ഇനി ഇതിന്റെ ഇടയിൽ ക്ലാസ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണം. അതായത് ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞുള്ളത് മൊത്തം വരും നമുക്ക്. അതായത് 7 പാഠം മുതലല്ലേ? 7 മുതൽ അങ്ങോട്ട് മുഴുവൻ ഉണ്ടാവും കേട്ടോ. ഹാഫ് ഏകദേശം ആദ്യം നമ്മൾ ഇട്ട ആ ഒരു സെമസ്റ്റർ എക്സാമിന് വന്നതിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ളത് എല്ലാം ഉണ്ടാവും. സിലബസ് ഇട്ട് തരാം കേട്ടോ. ഏതായാലും ടൈം ടേബിൾ നിങ്ങൾക്ക് ഇട്ട് തരട്ടെ എന്ന് കരുതിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് സിലബസ് ഇട്ട് തരാം. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ ഈ വർഷം ഫിനിഷ് ആവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ എക്സാം എഴുതണം കേട്ടോ. എഴുത്ത് പരീക്ഷയായിരിക്കും, ഗൂഗിൾ ഫോമിലായിരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി എക്സാമിനിടയിൽ നമ്മൾ കാണില്ല കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. ഇനി ഇന്നിത് ഈ സബ്ജക്റ്റിന്റെ ഇത് കഴിഞ്ഞല്ലേ, അതുകൊണ്ട് അങ്ങ് മാറ്റി വെക്കരുത് കേട്ടോ. ഇടക്കിടക്ക് എടുത്തിട്ട് നോക്കണം. ബുക്ക് ഓർമ്മയുണ്ടാവണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ, സീ യു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, ബൈ.